ഹായ് സ്റ്റുഡൻസ്, ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോറിൻസ് എന്ന് പറയുന്ന പ്ലസ് ടുവിലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യത്തെ പാഠത്തിന്റെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഇന്ന് നമ്മൾ കടക്കുന്നത് അവരുടെ കെമിക്കൽ റിയാക്ഷൻസിലേക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോയി ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം വേണം സെക്കൻഡ് പാർട്ട് കാണാൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് പോയിന്റിൽ പറയുന്ന രണ്ടാമത്തെ സാധനം കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, ഹാലോ ആൽക്കെയിനുകൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ഹാലോ ആൽക്കെയിൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. ഫസ്റ്റ് പോയിന്റ് പറയൂ, കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് എല്ലാവരും പറഞ്ഞേ. ഹാലോ ആൽക്കെയിൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. ഹാലോ ആൽക്കെയിൻസ് ആരാണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആകാനുള്ള കാരണം, റീസൺ, ഹാലോ ആൽക്കെയിൻസ് ഹൈലി റിയാക്റ്റീവ് ആകാനുള്ള കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, പറയൂ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോളാർ CX ബോണ്ട്. പോളാറായ CX ബോണ്ട് ആണ് ഇതിന് കാരണം. ഹാലോ ആൽക്കെയിൻസ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തന്നു. ഹാലോ ആൽക്കെയിനുകൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ഹാലോ ആൽക്കെയിൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. ഹൈലി റിയാക്റ്റീവ് ആകാനുള്ള കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോളാർ CX ബോണ്ട്. പോളാറായ CX ബോണ്ട് ആണ് അതിന് കാരണം. അപ്പം മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകും, എന്തുവാണോ സാറേ ഈ പോളാറായ CX ബോണ്ട്, ഞങ്ങൾ എങ്ങനെയാ പോളാറായ CX ബോണ്ട് ഒക്കെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഹാലോ ആൽക്കെയിൻസിനകത്ത് കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ടല്ലോ. ഇവിടെ നോക്കൂ, കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണല്ലോ. ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വലിക്കാനുള്ള, അല്ലെ, വലിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അല്ലെ. ഒരു ബോണ്ടിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺ പെയറിനെ ആ ആറ്റത്തിന്റെ അടുത്തേക്ക് വലിക്കാനുള്ള ആറ്റത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അത് കാർബണിനെയും ഹാലജനെയും തമ്മിൽ നോക്കുന്ന സമയത്ത് ഹാലജൻ എന്ത് കൂടുതലാ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ഈ ബോണ്ടിൽ ഇലക്ട്രോൺസിനെ ആര് പിടിച്ചു വലിക്കും? ഹാലജൻ പിടിച്ചു വലിക്കും. തൽഫലമായി ഹാലജന് മേലൊരു ഉമ്മിണിപ്പോലം നെഗറ്റീവ്, ദാറ്റ് ഈസ് പാർഷ്യൽ നെഗറ്റീവ്. കാർബണിന് മേൽ ഉമ്മിണിപ്പോലം പോസിറ്റീവ്, ദാറ്റ് മീൻസ് പാർഷ്യൽ പോസിറ്റീവ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ബോണ്ട് ആരായിരിക്കുന്നു? പോളാർ ആയിരിക്കുന്നു. ഇങ്ങനെ പോളാർ ആയിട്ടുള്ള CX ബോണ്ട് ഉള്ളത് കൊണ്ട് ഹാലോ ആൽക്കെയിനുകൾ ആരാണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. കമോൺ, പറഞ്ഞു തുടങ്ങിക്കോ. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ഞാൻ വീണ്ടും പറയുന്നു, രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ പാർട്ട് കാണാവുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഫസ്റ്റ് പോയിന്റ്, ഹാലോ ആൽക്കെയിനുകൾ ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആകാനുള്ള കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോളാർ CX ബോണ്ട്. പോളാറായ ഏത് ബോണ്ട് ഉണ്ട്? കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ട്. അത് മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഭംഗിയായിട്ട് വരച്ചു തന്നു. കാർബൺ ഹാലജൻ ബോണ്ട്, ഹാലജൻ ബീങ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ, അട്രാക്ട് ചെയ്യുമാരെ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ. സോ ഹാലജന് മേൽ ഒരു ഉമ്മിണിപ്പോലം, അല്ലെ, ഉമ്മിണിപ്പോലം നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവും കാർബണിന് മേൽ ഒരു പാർഷ്യൽ പോസിറ്റീവും കിട്ടും. സോ ഇവരാരാണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഇവര് തരുന്ന പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, ഒന്നാമത്തെ റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. ഒന്നാമത്തെ റിയാക്ഷൻ ഏതാടാ? പറ. റിയാക്ഷൻ വിത്ത് ആരാണ്? മെറ്റൽസ് ആണ്. റിയാക്ഷൻ വിത്ത് ആരാ? മെറ്റൽസ് ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ എലിമിനേഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ ആണ് എലിമിനേഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷൻ ആരാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മൂന്ന് റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, എലിമിനേഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ രണ്ടെണ്ണം താൽക്കാലികമായി ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല. എടുത്തു പഠിക്കേണ്ട സാധനം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഫോക്കസ് ഏരിയയിലേക്ക് മാത്രം ചുരുങ്ങി പോകരുത്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വലിയ പ്രയാസമായി ഫീൽ ചെയ്യും. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഫോക്കസ് ഏരിയ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ശരി, അപ്പം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് APV ആണ്. APV സ്റ്റാൻഡ്സ് ഫോർ അമ്മച്ചിയാണേ പരീക്ഷയ്ക്ക് വരും. ഇതില്ലാതെ ഒരു ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് ഉറപ്പായിട്ടും
ബോർഡ് എക്സാമിന് വന്നിരിക്കും, കൃത്യമായി പഠിച്ചുകൊണ്ട് പോയേ പറ്റൂ. APV ആണ്, APV സ്റ്റാൻഡ്സ് ഫോർ അമ്മച്ചിയാണേ പരീക്ഷയ്ക്ക് വരും. ക്ലിയർ ആണല്ലോ? ശരി, എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. പക്ഷെ ആദ്യമേ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് അറിയണം. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു റിയാക്ഷനകത്ത് ഒരു ആറ്റത്തെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തെയോ, റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആർ റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവസരത്തിൽ ആ വേളയിൽ ഒരു ആറ്റത്തെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തെയോ മറ്റാറ്റങ്ങളോ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളോ വന്ന് റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്ന ആൾ ഒരു ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആർ റീപ്ലേസ്ഡ് ബൈ another atom or group of atom are called substitution reaction. ഇനി ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്ന ആൾ ഒരു ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഡീറ്റെയിൽസിലേക്ക് വരാം, തൽക്കാലം ഓർമ്മിച്ചു പോകാം. അപ്പൊ എന്റെ മക്കൾക്ക് ഉറപ്പായും 1-2 കാര്യങ്ങൾ ആമുഖമായി സാർ ഒന്ന് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ സാധനം എന്താണ് ന്യൂക്ലിയോഫൈൽ എന്നുള്ളതാണ്. എന്താണ് ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫൈൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ന്യൂക്ലിയേഴ്സിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ന്യൂക്ലിയേഴ്സിന്റെ ചാർജ് പോസിറ്റീവ് അല്ലേ? അപ്പൊ ന്യൂക്ലിയേഴ്സിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ന്യൂക്ലിയോഫൈൽസ് ആരായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആയിരിക്കണം. സോ നമുക്ക് ന്യൂക്ലിയോഫൈലിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ന്യൂക്ലിയോഫൈൽസ് ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്. ദാറ്റ് മീൻസ് ദേ ആർ ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. അങ്ങനെ ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലായ്പ്പോഴും സെർച്ച് ചെയ്യുക ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ഒരു സെന്റർ ആയിരിക്കും. അപ്പോൾ എന്താണ് ന്യൂക്ലിയോഫൈൽ എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. അവരെവിടെയായിരിക്കും? ദേ ആർ ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്ററിലായിരിക്കും. സോ നമുക്ക് അങ്ങനെ എഴുതാം, ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്, ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. അറ്റാക്ക് ചെയ്യും. അറ്റാക്സ് അറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. എവിടെ അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്ററിലായിരിക്കും. ഇത്ര ഓർമ്മിക്കാവില്ല. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഞാനിപ്പോ പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി വിടുന്നതേ ഉള്ളൂ. ന്യൂക്ലിയോഫൈൽ എന്നാൽ ന്യൂക്ലിയേഴ്സ് ലവിങ് സ്പീഷീസ് ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. അറ്റാക്സ് അറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. എവിടെയായിരിക്കും അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്ററിൽ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം പഠിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ്, എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ് ഇൻ ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിനകത്ത് എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? ഹൗ ഡസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ് ഇൻ അല്ലെങ്കിൽ ടേക്സ് പ്ലേസ് ഇൻ ഹാലോ ആൽക്കെയിൻസ്? ഹൗ ഡസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ് ഇൻ ഹാലോ ആൽക്കെയിൻസ്? എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലോ ആൽക്കെയിൻസിനകത്ത് നടക്കുക എന്നുള്ളത് പറയാൻ പോവാം. ഹാലോ ആൽക്കെയിൻസിനെ എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ആൽക്കെയിനകത്തെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരണം? ഹാലജൻ വരണം. കാർബൺ ഹാലജൻ ബോണ്ട് പോളാർ ആണല്ലോ. പോളാർ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ മേൽ ഒരു ഉമ്മിണിപ്പോലം നെഗറ്റീവും പറയൂ, ഇയാളുടെ മേൽ ഉമ്മിണിപ്പോലം പോസിറ്റീവും വരും. ഇയാളുടെ പരിസര പ്രദേശത്ത് ആര് വന്നിരിക്കുന്നു? ന്യൂക്ലിയോഫൈൽ വന്നിരിക്കുന്നു.
എന്താണ് ന്യൂക്ലിയോഫൈലിന്റെ പ്രത്യേകത? ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് ആണ്. ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ. അല്ലെങ്കിൽ എവിടെ അറ്റാക്ക് ചെയ്യും? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ സെന്ററിൽ അറ്റാക്ക് ചെയ്യുന്ന ആളാണ് ആര്? ന്യൂക്ലിയോഫൈൽ. അങ്ങനെയുള്ള ന്യൂക്ലിയോഫൈൽ വന്നതാ ഇയാളുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇയാൾ സെർച്ച് ചെയ്യും ആരെ? ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ സെന്ററിനെ. നോക്കൂ, ഈ ബോണ്ട് പോളാർ ആണ്, ഇയാളുടെ മേൽ ഡെൽറ്റ പോസിറ്റീവ് വരും. ദാറ്റ് മീൻസ് ഈ കാർബൺ ആരായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ സെന്ററായിട്ട് ആക്ട് ചെയ്യും. തൽഫലമായി ഈ ന്യൂക്ലിയോഫൈൽ വന്നതായി കാർബണിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ക്ലിയർ ആണല്ലോ? എവിടെയാണോ അറ്റാക്ക് നടക്കുന്നത് ആ മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ്. എന്തെന്ന് വിളിക്കും? സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ്, ഞങ്ങൾക്കറിയാം, റിയാക്ടന്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? റിയാക്ടന്റ് എന്ന് വിളിക്കും. ദാ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. കാർബണിനെ വരച്ചു, ഒരു വര ഒരു വര ഒരു വര വരച്ചു, വരയെല്ലാം വരച്ചു. സത്യത്തിൽ ആ എക്സ് ആയിരുന്നു വരുന്നത്, അവിടേക്ക് ആര് വന്നു? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തു. സോ കാർബണും ന്യൂക്ലിയോഫൈലും കൂടെ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി. ബോണ്ട് ഉണ്ടാക്കിയ സമയത്ത് പാവപ്പെട്ട നിങ്ങളുടെ ഹാലജൻ എക്സ് മൈനസ് ആയിട്ട് അങ്ങ് വിട്ടുപോകാനായി തീരുമാനിച്ചു. ശരിയാണല്ലോ? ഈ ഉണ്ടായ സാധനത്തെ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ്. എന്തെന്ന് വിളിക്കും? പ്രോഡക്റ്റ്. വിട്ടുപോയ സാധനം, അളിയ പോവല്ലയോ, പോകുന്ന സാധനം ആയതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ലീവിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ലീവിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ശരിയാണല്ലോ? ഇനി ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോണേ. ഈ ലീവിംഗ് ഗ്രൂപ്പിനെ നിങ്ങളൊന്ന് പരിശോധിച്ചേ. അയാളും ഇലക്ട്രോണിനാൽ റിച്ച് ആയ സ്പീഷീസ് അല്ലേ? ദാറ്റ് മീൻസ് അയാൾ നോക്കി എക്സ് മൈനസ് ആണ്. ദാറ്റ് മീൻസ് ഇയാൾ ആരാണ്? ന്യൂക്ലിയോഫൈൽ തന്നെയാണ്. വന്നത് ആരാ? ന്യൂക്ലിയോഫൈൽ തന്നെയാണ്. അപ്പൊ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ എ റിയാക്ഷൻ ഇൻ വിച്ച് അല്ലെ എ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ, NU എന്ന് പറയുന്ന ഈ ന്യൂക്ലിയോഫൈൽ സ്ട്രോങ്ങർ ആയതുകൊണ്ടാ ഇയാൾ വന്ന് ഇങ്ങോട്ട് കയറിയപ്പോ ഇയാൾ ചാടി വെളിയിൽ പോയത്. അപ്പൊ അങ്ങനെ പറയാം, എ റിയാക്ഷൻ ഇൻ വിച്ച് എ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ റീപ്ലേസസ് എ വീക്കർ ന്യൂക്ലിയോഫൈൽ ഫ്രം സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഈസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ എന്താ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കൃത്യമായ ഡെഫിനിഷൻ പറയൂ. ഞാൻ ഇവിടെ എഴുതാമെന്ന് പറഞ്ഞേ. എ പറയൂ. റിയാക്ഷൻ in which, a reaction in which NU വന്ന് കേറിയപ്പം എക്സ് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് NU സ്ട്രോങ്ങർ ആണ്, മറ്റേ ആള് പാവം പിടിച്ചവനാണ്, വീക്കർ ആണ്, അതുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയത്. എ റിയാക്ഷൻ ഇൻ വിച്ച് എ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ, മനസ്സിലാവുന്നേ? എ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ replaces a വീക്കർ ന്യൂക്ലിയോഫൈൽ. എവിടെ നിന്നാ? ഫ്രം സബ്സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റിൽ നിന്നും. ഫ്രം സബ്സ്ട്രേറ്റ് ഈസ് കോൾഡ്, പറഞ്ഞോ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ എന്താ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കൃത്യമായ ഡെഫിനിഷൻ? എ റിയാക്ഷൻ ഇൻ വിച്ച് എ stronger nucleophile replaces a weaker nucleophile from substrate is called nucleophilic substitution reaction. ഈ nucleophilic substitution രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തതിനെ വിളിക്കുന്ന പേരാണ് substitution nucleophilic unimolecular reaction denoted as SN1 reaction. രണ്ടാമത്തത് SN2 substitution nucleophilic bimolecular reaction. അപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഷ്ടം പോലെ ഉണ്ട്. SN1 ഉണ്ട്, SN2 ഉണ്ട്, SNI ഉണ്ട്, SNAR ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് SN1 ഉം SN2 ആണ്. NCERT ടെക്സ്റ്റിനകത്ത് SN1 എന്ന് കണ്ടാൽ ഇങ്ങനെ വായിക്കണം: സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ റിയാക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല മക്കളെ. കൃത്യമായി പഠിച്ചുകൊള്ളുക, വൃത്തിയായി പഠിച്ചുകൊള്ളുക. ഉറപ്പായും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും, പ്രയാസം വേണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ വന്ന് വീക്കർ ന്യൂക്ലിയോഫൈലിനെ സബ്സ്ട്രേറ്റിൽ നിന്നും മാറ്റുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എങ്ങനെ അതൊരു ഹാലോ ആൽക്കൈനകത്ത് നടക്കും എന്ന് ചോദിച്ചാൽ, കാർബൺ ഹാലജൻ ബോണ്ട് പോളാർ ആണ്. കാർബൺ അതുകൊണ്ട് ആരായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ ഒരു സെന്റർ ആയിട്ട് ആക്ട് ചെയ്യും. സോ അവിടേക്ക് ആര് വന്ന് അറ്റാക്ക് ചെയ്യും? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. സോ പാവപ്പെട്ട ആര്? എക്സ് മൈനസ് വിട്ടുപോകുന്ന ആളും ന്യൂക്ലിയോഫൈൽ ആണ്. സോ അയാൾ വിട്ടുപോകും.
അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ വന്ന് ഒരു വീക്കർ ന്യൂക്ലിയോഫൈലിനെ സബ്സ്ട്രേറ്റിൽ നിന്നും മാറ്റുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തതിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിയാക്ഷൻ, എക്സാമ്പിള്, അതേപോലെ അതിന്റെ മെക്കാനിസവും കൃത്യമായി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നന്നായി ഓർമ്മിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു SN1 ആണ്, രണ്ടാമത്തത് SN2 ആണ്. SN1 എന്നാൽ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. SN2 എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. അതിനകത്ത് നമ്മൾ ഒന്നാമത്തത് ചർച്ചയ്ക്ക് വെക്കുന്നു, SN1 റിയാക്ഷൻ. ഏത് റിയാക്ഷൻ ആടാ? SN1 റിയാക്ഷൻ ആണല്ലോ. എന്താണ് SN1 റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് എല്ലായ്പ്പോഴും രണ്ട് പേരായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ട്രേറ്റ് ആയിരിക്കും, മറ്റൊന്നാരാ? ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് രണ്ടാൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആള് സബ്സ്ട്രേറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ആൾ ആരായിരിക്കും? ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ്, അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റിനെയൊക്കെ കുറിച്ച് നിങ്ങൾ കൈനറ്റിക്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് ആ റിയാക്ഷനകത്ത് പങ്കെടുത്തിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂവെങ്കിൽ, ആരുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് SN1 റിയാക്ഷൻ. അപ്പൊ എന്താ SN1 റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഫസ്റ്റ് പോയിന്റ്, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് രണ്ടാൾക്കാരാണുള്ളത്. ആരൊക്കെ? സബ്സ്ട്രേറ്റും ഉണ്ട്, ന്യൂക്ലിയോഫൈലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് ആ റിയാക്ഷനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ആരുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല എങ്കിൽ അത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് SN1 റിയാക്ഷൻ. അപ്പൊ SN1ന്റെ ഡെഫിനിഷൻ എഴുതട്ടെ ഞാൻ. When the rate of a nucleophilic substitution reaction will depend only on the molar concentration of substrate, the reaction is said to be unimolecular and is labeled as SN1. ഇതാണ് SN1ന്റെ കൃത്യമായ ഡെഫിനിഷൻ. അപ്പൊ SN1ന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ, SN1ന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ എന്താണ്? SN1ന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, when the rate of a nucleophilic substitution reaction, when the rate of a nucleophilic substitution reaction will depend only on the molar concentration of substrate. ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? സബ്സ്ട്രേറ്റിന്റെ മോളാർ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ആൻഡ് ദ റിയാക്ഷൻ ഈസ് സെഡ് ടു ബി യൂണിമോളിക്കുലാർ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് യൂണിമോളിക്കുലാർ എന്നാണ്. and is denoted as SN1 reaction or and is labeled as SN1 reaction. ഇതാണ് SN1 റിയാക്ഷന്റെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ട കൃത്യമായ ഡെഫിനിഷൻ. ഒന്നുകൂടെ വായിക്കാം. when the rate of a nucleophilic substitution reaction, ഒരു nucleophilic substitution reaction റേറ്റ് ആ റിയാക്ഷനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ മോളാർ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ, അതായത് ആരുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിമോളിക്കുലാർ.
and is labeled as SN1. അതിനെ എങ്ങനെ ലേബൽ ചെയ്യുന്നു? SN1 എന്ന് ലേബൽ ചെയ്യുന്നു. ശരിയാണല്ലോ. ഇനി ഇതിന്റെ എക്സാമ്പിൾ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞത് വെച്ച് ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതണം. ശേഷം ഇയാളുടെ മെക്കാനിസം പഠിച്ചാൽ SN1 റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. നോക്കൂ, ഏറ്റവും ഫേമസ് ആയ എക്സാമ്പിള് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെ എടുക്കണം. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് അറിയണം നിങ്ങൾ, ആരാണ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന്. ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് വേറെ 3 കാർബണുമായി ബന്ധമെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ആ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെ NaOH റിയാക്ട് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെ NaOH റിയാക്ട് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻ SN1 റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ സോൾവെന്റ് ആയിട്ട് വെക്കുക, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോ തൽക്കാലം സംസാരിക്കുന്നില്ല. എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സോൾവെന്റിനെയൊക്കെ കുറിച്ച് തന്നെ കുറെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് NaOH റിയാക്ട് ചെയ്യുന്നു, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. നോക്കൂ റിയാക്ഷൻ, ഇവിടെ നിന്ന് ഈ Cl-ഉം ഈ Na-യും കൂടെ ചേർന്നിട്ട് ആര് എലിമിനേറ്റ് ചെയ്യും? NaCl എലിമിനേറ്റ് ചെയ്യും. സോ മൈനസ് ആരെന്ന് കൊടുക്കാം, അവിടെ NaCl എന്ന് കൊടുക്കാം. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? കമോൺ സ്റ്റുഡൻസ്, CH3 പറഞ്ഞോ. മേപ്പോട്ടൊരു CS3, താപ്പോട്ടൊരു CS3, സൈഡിലോട്ടൊരു OH. ശരിയാണല്ലോ. അപ്പൊ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് NaOH റിയാക്ട് ചെയ്ത് ടെർഷ്യറി ആൽക്കഹോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ. ടെർഷ്യറി ആൽക്കഹോൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? OH അറ്റാച്ച് ചെയ്ത കാർബണിന് വേറെ 3 കാർബണുമായി ബന്ധം. സോ ഇയാൾ ആരാണ്? ടെർഷ്യറി ആൽക്കഹോൾ ആണ്. ഈ റിയാക്ഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? SN1 റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് ഞാൻ പറയുന്നത് കൃത്യമായിരിക്കണം. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് 2 പേരാണുള്ളത്. ആരൊക്കെ? സബ്സ്ട്രേറ്റും ഉണ്ട്, ന്യൂക്ലിയോഫൈലും ഉണ്ട്. ശരി, നമ്മൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഈ റിയാക്ഷന്റെ എന്തെഴുതണം? റേറ്റ് എഴുതണം. അത് കൃത്യമായിരിക്കണം നിങ്ങൾക്ക്. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് ആ റിയാക്ഷനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ആരുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെ. അപ്പൊ ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആരാണ്? ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ന്യൂക്ലിയോഫൈൽ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, NaOH ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na+OH- ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ആരായിരിക്കും? OH- ആയിരിക്കും. അപ്പം OH- കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ആരുടെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രം. ദാറ്റ് മീൻസ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷനെ മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എങ്ങനെ റേറ്റ് എഴുതാം? എങ്ങനെ റേറ്റ് എഴുതാം? ഹിയർ, ഇവിടെ ആണേ മക്കളെ. ഹിയർ റേറ്റ് ആർ പ്രപ്പോർഷണൽ ടു, കൈനറ്റിക്സ് പഠിച്ചവരാണ്. റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രം. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്തെന്ന് എഴുതാം? സബ്സ്ട്രേറ്റ് എന്നെഴുതാം. ശരിയാണല്ലോ. ദാറ്റ് ഈസ് R is equal to some constant K into molar concentration of എന്തെന്ന് എഴുതാം? സബ്സ്ട്രേറ്റ് എന്നെഴുതാം. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആരാണ്? ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? R is equal to K into molar concentration of സബ്സ്ട്രേറ്റിന് പകരം ടെർഷ്യറി ആൽക്കൈൽ ആരെന്നെഴുതാം? ഹാലൈഡ് എന്നെഴുതാം. ഇതാണ് SN1 റിയാക്ഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളോട് SN1 റിയാക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും എഴുതണം. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ a reaction in which a stronger nucleophile replaces a weaker nucleophile. 2 ടൈപ്പ് ഉണ്ട്, SN1 ഉണ്ട്, SN2 ഉണ്ട്. എന്താണ് SN1 എന്ന് ചോദിച്ചാൽ when the rate of a nucleophilic substitution reaction will depend only on the molar concentration of substrate. The reaction is said to be unimolecular and is labeled as SN1.
ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് എന്തെഴുതി, റേറ്റ് എഴുതി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളിൽ ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു സംശയം, എന്ത് മാനദണ്ഡത്തിലാണ് ഇങ്ങനെ എഴുതിയത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നുള്ളത് അറിയണമെങ്കിൽ ഈ റിയാക്ഷന്റെ എന്ത് സ്റ്റഡി ചെയ്യണം? മെക്കാനിസം സ്റ്റഡി ചെയ്യണം. നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത് SN1ന്റെ എന്തിലേക്കാണ്? മെക്കാനിസത്തിലേക്കാണ്. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് SN1ന്റെ എന്തിലേക്ക് പോകാം? മെക്കാനിസത്തിലേക്ക് പോകാം. SN1ന്റെ എന്തിലേക്ക് പോകാം? മെക്കാനിസത്തിലേക്ക് പോകാം. ആണല്ലോ? അതിനു മുമ്പ് ആ റിയാക്ഷൻ ഓർമ്മ വേണം. ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. അത് ആ റിയാക്ഷൻ നിങ്ങളുടെ ബുക്കിനകത്ത് വേണം. ഞാൻ തൽക്കാലം റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഓർമ്മ വേണേ. ശരി, പറയൂ, എന്താണ് മെക്കാനിസം? നിങ്ങൾ +1 കേട്ടിട്ടുണ്ട്. എന്താണ് മെക്കാനിസം? മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പം റിയാക്ടന്റ് ഒറ്റയടിക്ക് ആരായിട്ട് മാറത്തില്ല, പ്രോഡക്റ്റ് ആയിട്ട് മാറത്തില്ല. റിയാക്ടന്റ് ഒന്നിലധികം സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കാം എന്താകുക? പ്രോഡക്റ്റ് ആകുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണെന്ത്? മെക്കാനിസം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തന്നെ ഇപ്പം നമ്മുടെ വീടിന്റെ അയലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അയലത്തോ ഒക്കെ ആരെങ്കിലും ഒക്കെ ചേച്ചിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കുട്ടികളോ, ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, ഒളിച്ചോടിപ്പോയി എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചി ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതാണ് റിയാക്ഷൻ. നമുക്കറിയാവുന്ന റിയാക്ഷൻ ആണ്. നമ്മുടെ വീടിന്റെ അയൽപക്കത്തുള്ള ചേച്ചി ആരുമായി ഒളിച്ചോടിപ്പോയി? ബംഗാളിയുമായി ഒളിച്ചോടിപ്പോയി. ഇനി അവിടെ ആ വീട്ടിൽ അയൽക്കൂട്ടത്തിനൊക്കെ പോകുന്ന നമ്മുടെ അയലത്തെ ചേച്ചിമാരോ അല്ലെങ്കിൽ ആന്റിമാരോ ഒക്കെ അവിടെ പോയിട്ട് അത് അവിടെ നിന്ന് കൃത്യമായി മനസ്സിലാക്കും. ഏത് ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി, എത്ര മണിക്കാണ് പോയത്, ഏത് ട്രെയിനാണ് പോയത്, അവർ പോയി എവിടെയാണ് ഇറങ്ങിയത് എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായ വിവരണം നമ്മൾക്ക് എന്ത് ചെയ്യും? 2-3 ദിവസം കഴിയുന്ന സമയത്ത് മറ്റു പലരും നമുക്ക് തരും. അങ്ങനെ കൃത്യമായ വിവരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെക്കാനിസം എന്ന് വിളിക്കുക. ശരിയാണല്ലോ? അപ്പൊ എന്താണ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു ചേച്ചി ഒളിച്ചോടിപ്പോയി, അതാണ് റിയാക്ഷൻ. എങ്ങനെ ഒളിച്ചോടിപ്പോയി, ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി, ഇനി ഓട്ടോയ്ക്കാണോ പോയത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ ഏത് ട്രെയിനിനാണ് പോയത് എന്നുള്ളതിന്റെയൊക്കെ കൃത്യമായ വിവരണം നമുക്ക് മറ്റു പലരും തരും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മെക്കാനിസം. ക്ലിയർ ആണല്ലോ? അപ്പൊ റിയാക്ഷനും മെക്കാനിസം എന്താണെന്ന് അറിയാമല്ലോ. ശരി, അപ്പൊ നമുക്ക് SN1 എന്തിലേക്ക് പോകാം? മെക്കാനിസത്തിലേക്ക് പോകാം. SN1ന്റെ മെക്കാനിസം ഞാൻ പോയി കണ്ടു. ആ മെക്കാനിസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? വിവരിക്കുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി തീരുമാനിച്ചു. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലായിട്ടാണ്. റിയാക്ഷൻ നടക്കുന്നത് എത്ര സ്റ്റെപ്പിലാ പറഞ്ഞോ? 2 സ്റ്റെപ്പിലായിട്ടാണ്. SN1 റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 2 സ്റ്റെപ്സ്. SN1 റിയാക്ഷൻ നടക്കുന്നത് എത്ര സ്റ്റെപ്പിലാണ്? 2 സ്റ്റെപ്പിലാണ്. അതേപോലെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. പ്രയാസമില്ലല്ലോ? അപ്പൊ SN1ന്റെ മെക്കാനിസത്തെ കുറിച്ചുള്ള 2 പോയിന്റ് പറ. The reaction takes place in 2 steps. SN1 reaction takes place in 2 steps. അതേപോലെ റിയാക്ഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഏത് ഓർഡർ കൈനറ്റിക്സ് ആ ഫോളോ ചെയ്യുന്നേ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ എന്താണെന്ന് ഭംഗിയായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഓർമ്മിച്ചു നോക്കുക, SN1 റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ശരി, 2 സ്റ്റെപ്പിൽ നടക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പിനെ ഞാൻ സ്റ്റെപ്പ് 1 എന്ന് വിളിക്കുന്നു. 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക, അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? സ്റ്റെപ്പ് 1 എന്ന് വിളിച്ചു. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിനകത്ത് എടുത്തിട്ടുള്ള ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ ഹാലജൻ ബോണ്ടിന് കൃത്യമായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി പാടും. SN1ന്റെ മെക്കാനിസം 2 സ്റ്റെപ്പിലാണ് നടക്കുക. റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അഥവാ സ്റ്റെപ്പ് 1 എടുത്തിട്ടുള്ള ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ ഹാലജൻ ബോണ്ടിന് ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടക്കും. ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടക്കും. എന്ത് ക്ലീവേജ് നടക്കും? ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടക്കും. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. ആര് ഫോം ചെയ്യും? കാർബോകാറ്റയോൺ ഫോം ചെയ്യും. വേഗം പറഞ്ഞോ. SN1 റിയാക്ഷനകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് 1. എടുത്തിട്ടുള്ള ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലെ
കാർബൺ ഹാലജൻ ബോണ്ടിന് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും. എടോ എന്തുവാടോ സാറേ ഈ ഹെറ്ററോളിറ്റിക് ക്ലീവേജ്? എടോ എന്തുവാ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാല്ലോ, ഞാൻ പറഞ്ഞു തരാം. ഒരു ബോണ്ട് അൺഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ, ഒരു ബോണ്ട് അൺഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോളിറ്റിക് ക്ലീവേജ്. അങ്ങനെ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും ആർക്ക്? കാർബൺ ഹാലജൻ ബോണ്ടിന്. ആര് ഫോം ചെയ്യും? റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. ആര് ഫോം ചെയ്യും? കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ശ്രദ്ധിച്ചിരിക്കണേ, ഞാനത് വരച്ചു കാട്ടിത്തരാം. നിങ്ങൾക്ക് ഓർമ്മ കാണും. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് CH3, മേപ്പോട്ടൊരു CH3, താപ്പോട്ടൊരു CH3, സൈഡിലോട്ടൊരു Cl. ശരിയാണല്ലോ. ഇതാണ് കാർബൺ ഹാലജൻ ബോണ്ട്. അതിനെന്നാ സംഭവിക്കുമെന്നാ പറഞ്ഞേ? ഈ ബോണ്ടിന് എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞേ? ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും, അൺഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ബോണ്ടിലെ 2 ഇലക്ട്രോൺസിനെ തട്ടിക്കൊണ്ട് ആരങ്ങ് പോകും? Cl പോകും. ശരിയാണല്ലോ. നോക്കൂ, ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. ബോണ്ടിന്റെ ബ്രേക്കേജ് ഒക്കെ നടക്കണം. ബോണ്ടിന്റെ ബ്രേക്കേജ് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറയാം സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് ഒക്കെ എടുത്തെങ്കിൽ മാത്രമേ ബോണ്ടിന്റെ എന്ത് നടക്കൂ? ക്ലീവേജ് നടക്കൂ. സോ ഈ സ്റ്റെപ്പ് പയ്യെ നടക്കൂ. സോ നിങ്ങൾക്ക് പറയാം എന്താണ്? സ്ലോ സ്റ്റെപ്പ് ആണ്. ശരിയാണല്ലോ. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആരെന്നാ പറഞ്ഞേ? കാർബോകാറ്റയോൺ. വരക്കാൻ അറിയാം, വേഗം പറഞ്ഞോ. CH3 ഉണ്ട്, C ഉണ്ട്, മേപ്പോട്ട് CH3 ഉണ്ട്, താപ്പോട്ട് CH3 ഉണ്ട്. സത്യത്തിൽ ഈ ബോണ്ടിലെ 2 ഇലക്ട്രോൺസിനകത്ത് 1 ഇലക്ട്രോൺ ആരുടേതായിരുന്നു? കാർബണിൻ്റെതായിരുന്നു. രണ്ടും തട്ടിക്കൊണ്ട് ആര് പോയി? കള്ളനായ ക്ലോറിൻ പോയി. സോ കാർബണിന് മേൽ വരും ഒരു പോസിറ്റീവ് പ്ലസ് Cl. ശരിയാണല്ലോ. 1 ഇലക്ട്രോൺ Cl-ൻ്റെതായിരുന്നു, 1 ഇലക്ട്രോണും കൂടെ കിട്ടി, അതുകൊണ്ടൊരു മൈനസ്. ശരിയാണല്ലോ, പ്രയാസമില്ലല്ലോ. ഈ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണെന്ത്? കാർബോകാറ്റോൺ. എന്താണ് കാർബോകാറ്റോൺ? ഈസ് എ സ്പീഷീസ് ഇൻ വിച്ച് കാർബൺ ക്യാരീസ് എ പോസിറ്റീവ് ചാർജ്. ഈ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് കാർബോകാറ്റയോൺ. അപ്പൊ SN1ന്റെ മെക്കാനിസത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പറ. എടുത്തിട്ടുള്ള ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ ഹാലജൻ ബോണ്ടിന് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും. എന്ത് ക്ലീവേജാ നടക്കും? ഇവിടെ എഴുതി തരാൻ പറഞ്ഞു. ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും. റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റയോൺ. ആര് ഫോം ചെയ്യും? കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ശരിയാണല്ലോ. ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിനെ എന്തെന്ന് വിളിക്കാം പറഞ്ഞോ? സ്റ്റെപ്പ് 2 ആണേ. സ്റ്റെപ്പ് 2വിനകത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ എഴുതി തന്നിട്ടുണ്ട് ബോർഡിനകത്ത്. NaOH ആണ് എടുത്തത്. NaOH ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ, Na പ്ലസും പ്ലസ് ആരുമാകും? OH മൈനസ് ആകും. OH മൈനസ് ആണ് ആര്? ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. OH മൈനസ് ആണ് ആര്? ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. പ്രയാസമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യും, പ്രൊഡക്റ്റ് ഉണ്ടാക്കും. നോക്കണേ നിങ്ങള്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടായ കാർബോകാറ്റയോണെ ഞാൻ വരയ്ക്കുന്നു. CH3C പറഞ്ഞോ, മേപ്പോട്ട് CH3, താപ്പോട്ട് CH3. ഇവിടെ ആര്? പ്ലസ്. അയാളെ ആര് അറ്റാക്ക് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ ആയ OH മൈനസ് അറ്റാക്ക് ചെയ്യുന്നു. ശരിയാണല്ലോ. ദാറ്റ് മീൻസ് ഇയാള് ഈ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യും. ആരുണ്ടാകും? പ്രോഡക്റ്റ് ഉണ്ടാകും. CH3C പറഞ്ഞോ, മേപ്പോട്ട് CH3, താപ്പോട്ട് CH3, സൈഡിലോട്ട് OH. ശരിയാണല്ലോ. നോക്കൂ, നിങ്ങൾ നേരത്തെ എഴുതിയതിനകത്ത് കിട്ടിയ പ്രോഡക്റ്റ് ഇതല്ലേ? ടെർഷ്യറി ആൽക്കഹോൾ. അപ്പൊ ഒറ്റ സ്റ്റെപ്പിലല്ല റിയാക്ഷൻ നടന്നത്, ഈ വഴികളിലൂടെയാണ് റിയാക്ഷൻ നടന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷന്റെ എന്ത്? മെക്കാനിസം. ശരിയാണല്ലോ. ഇനി ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു വിടാം, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, ശരിയല്ലേ? ഇത് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനകത്ത് ഏത് സ്റ്റെപ്പാണോ സ്ലോ ആയിട്ട് നടക്കുന്നത്, ഇത് കൈനറ്റിക്സിൽ നിന്നും കിട്ടുന്ന ഐഡിയ ആണ്, കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ നമ്പർ 4. ഇത് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. എന്താണ് മക്കളെ മൾട്ടി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണല്ലോ. അങ്ങനെ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനകത്ത് ഏത് സ്റ്റെപ്പാണോ സ്ലോ ആയി നടക്കുന്നത് ആ സ്റ്റെപ്പ് ഫാസ്റ്റ് ആയെങ്കിൽ മാത്രമേ ഓവറോൾ റിയാക്ഷൻ ഫാസ്റ്റ് ആകൂ. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ മീൻസ് ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷൻ. ആ ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷനകത്ത് ഏത് സ്റ്റെപ്പാണോ സ്ലോ ആയി നടക്കുന്നത്
ആ സ്റ്റെപ്പ് ഫാസ്റ്റ് ആയെങ്കിലേ ഓവറോൾ റിയാക്ഷൻ എന്ത് ചെയ്യൂ ഫാസ്റ്റ് ആവത്തുള്ളൂ. അപ്പൊ സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും എപ്പോഴും റിയാക്ഷന്റെ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുക, റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. സോ ഇവിടുത്തെ ഇതിനകത്ത് ഇയാൾ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണല്ലോ, അതിനകത്ത് ഈ സ്റ്റെപ്പ് ആണല്ലോ സ്ലോ ആയിട്ട് നടന്ന സ്റ്റെപ്പ്. അപ്പൊ ഈ സ്റ്റെപ്പ് ഫാസ്റ്റ് ആയെങ്കിൽ ഈ റിയാക്ഷൻ നല്ല സ്പീഡിൽ നടക്കൂ. സോ ഈ സ്റ്റെപ്പ് ആയിരിക്കും റിയാക്ഷന്റെ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുക, റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. സോ നിങ്ങൾക്ക് പറയാം ഈ സ്റ്റെപ്പ് ആണ് എന്ത്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ആണല്ലോ. അപ്പൊ ഇയാളാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്നും വേണ്ട ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതാൻ. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്നും റേറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ആര് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, സബ്സ്ട്രേറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ആര് ഇൻവോൾവ് ചെയ്യുന്നില്ല, ന്യൂക്ലിയോഫൈൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. കാരണം ന്യൂക്ലിയോഫൈൽ വരുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് when the rate of a nucleophilic substitution reaction will depend only on the molar concentration of എന്ത് എന്ന്, സബ്സ്ട്രേറ്റ് എന്ന്. അപ്പൊ ആ ഡെഫിനിഷൻ വരാനുള്ള കാരണം ഇതാണ്. ഇത് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ മീൻസ് ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഒന്നിലധികം സ്റ്റെപ്പുകളിൽ നടക്കുന്ന ഒരു റിയാക്ഷനകത്ത് ഏത് സ്റ്റെപ്പാണോ സ്ലോ ആയി നടക്കുന്നത് ആ സ്റ്റെപ്പ് ഫാസ്റ്റ് ആയെങ്കിലേ റിയാക്ഷന്റെ റേറ്റ് കൂടും. അപ്പൊ ആ റിയാക്ഷന്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. സോ ഇവിടുത്തെ സ്ലോ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ, അപ്പൊ ഈ സ്റ്റെപ്പാണ് ഇവിടുത്തെ ആര്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്നും വേണം ഈ റിയാക്ഷൻ എന്തെഴുതാൻ, റേറ്റ് എഴുതാൻ. അപ്പൊ നിങ്ങൾ റേറ്റ് എഴുതാൻ ശ്രമിച്ചാൽ ആ സ്റ്റെപ്പിനകത്ത് ആര് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, സബ്സ്ട്രേറ്റ് മാത്രം. ആര് ഇൻവോൾവ് ചെയ്യുന്നില്ല, ന്യൂക്ലിയോഫൈല്. ദാറ്റ്സ് വൈ ഞാൻ ആദ്യമേ എന്തെഴുതി തന്നത് നിങ്ങൾക്ക് ഇവിടേക്ക് ഞാൻ അത് വീണ്ടും മാറ്റി എഴുതാം. ഹിയർ ഞാൻ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ഹിയർ റേറ്റ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്ത് എന്ന്, സബ്സ്ട്രേറ്റ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു എന്തുകൊണ്ട് സാറേ ന്യൂക്ലിയോഫൈൽ എന്ന് എഴുതിയില്ല എന്ന്. കാരണം ഈ റിയാക്ഷന്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റെപ്പിനകത്ത് ആര് വരുന്നില്ല, ന്യൂക്ലിയോഫൈൽ വരുന്നില്ല. ആര് മാത്രമേ വരുന്നുള്ളൂ, സബ്സ്ട്രേറ്റ് മാത്രം. ദാറ്റ്സ് അബൌട്ട് SN1 റിയാക്ഷൻ. ഒന്നുകൂടെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രം. ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല, ന്യൂക്ലിയോഫൈലിന്റെ. എക്സാമ്പിൾ പറഞ്ഞാൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെ NaOH റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ പറയാം. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടെർഷ്യറി ആൽക്കഹോൾ ആണ്. അവിടെ നിങ്ങൾ റേറ്റ് എഴുതി കഴിഞ്ഞാൽ ഹിയർ റേറ്റ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്നാണ്. അങ്ങനെ വരാൻ കാരണം ഞാൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ശരിയാണല്ലോ, മെക്കാനിസം ഓർമ്മിക്കുക, യാതൊരു വിധമായ പ്രയാസവും ഓർമ്മിക്കാനില്ല. രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ ഹാലജൻ ബോണ്ടിന് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും, റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. പ്രത്യേകത പറയൂ, സ്ലോ സ്റ്റെപ്പാണ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പില് ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടായ കാർബോകാറ്റയോണിനെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആരായിട്ട് മാറുന്നു, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ദാറ്റ്സ് അബൌട്ട് SN1. ഓക്കെ, അപ്പൊ SN1 നമ്മൾ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് SN2ലേക്കാണ്. SN1 ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് SN2 എന്ന് പറയുന്നത് പുല്ലാണേ. മക്കളെ, എന്താണ് SN2 എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരൊറ്റ സെന്റൻസ് മാറ്റിയാൽ മതി. when the rate of a nucleophilic substitution reaction will depend on the molar concentration of substrate ആണ് SN1. ഇവിടെ ആരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, SN2. അപ്പൊ സബ്സ്ട്രേറ്റിനെ മാത്രമാണെങ്കിൽ SN1, സബ്സ്ട്രേറ്റിനെയും ന്യൂക്ലിയോഫൈലിനെയും കൂടെ ആണെങ്കിലോ SN2 ആണ്. അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ എഴുതുന്ന പറഞ്ഞോ. when the rate of a nucleophilic substitution reaction, മിണ്ടാതിരിക്കരുത്. when the rate of a nucleophilic substitution reaction will depend on the on the molar concentration of സബ്സ്ട്രേറ്റ് ആണെങ്കിൽ SN1, സബ്സ്ട്രേറ്റ് ആൻഡ് പറഞ്ഞോ ന്യൂക്ലിയോഫൈൽ, the reaction is said
to be bimolecular and is labeled as SN2. പറയേണ്ട കാര്യമില്ലല്ലോ. SN1 ഒരുപാടേറെ സമയം എടുത്ത് പറഞ്ഞാണ്, അതുകൊണ്ട് SN2 ഇങ്ങനെ പറയൂ. When the rate of a nucleophilic substitution reaction will depend on the molar concentration of substrate and nucleophile, the reaction is said to be bimolecular and is labeled as SN2. ഒരു nucleophilic substitution reaction rate ആ റിയാക്ഷനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെയും ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? SN2. ഇനി അവിടെ പറഞ്ഞതുപോലെ എക്സാമ്പിൾ പറയണം. നോക്ക് എക്സാമ്പിൾ പറയാൻ പോവാ. അവിടെ എടുത്തത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ഇവിടെ എടുക്കേണ്ടത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നോക്കൂ, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് CH3CH2Cl എടുക്കാം, അല്ലെങ്കിൽ CH3Cl എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആരുടെ മേളില് ചെറിയൊരു വ്യത്യാസം, അവിടെ പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിരുന്നു, ഇവിടെ വെക്കേണ്ടത് പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കണം. ആണോ? ബാക്കി പറ. Cl-ഉം Na-യും കൂടെ ചേർത്ത് ഒരു പെട്ടി ആര് പോകും? NaCl. പ്രൊഡക്റ്റ് പറ. CH3OH ആണോ? പ്ലസ് വേണമെങ്കിൽ ആരെന്നും കൂടി ഇടാം, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. NaCl. ശരിയാണല്ലോ. ഇനി ഈ ഡെഫിനിഷൻ അനുസരിച്ച് റേറ്റ് എങ്ങനെ എഴുതുന്ന പറഞ്ഞോ. ഡെഫിനിഷൻ അനുസരിച്ച് റേറ്റ് എഴുതുന്ന കുട്ടിക്ക് പ്രത്യേക സമ്മാനം വൈകിട്ട് ബ്രൈറ്റ് അക്കാഡമി തരുന്നതായിരിക്കും. പറ. ഹിയർ റേറ്റ് ആണ് ആർ പ്രപ്പോർഷണൽ ടു ആരെയൊക്കെ സബ്സ്ട്രേറ്റിനെയും ന്യൂക്ലിയോഫൈലിനെയും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പറയുന്നില്ല അല്ലേ? സബ്സ്ട്രേറ്റിനെയും പറഞ്ഞോ, ന്യൂക്ലിയോഫൈലിനെയും. ശരിയാണോ? ബാക്കി പറഞ്ഞോ. ആരാ പറയുന്നത്? പറഞ്ഞോ. R is equal to K into molar concentration of substrate into molar concentration of nucleophile. ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വീണ്ടും എഴുതാം. R is equal to K into സബ്സ്ട്രേറ്റിന് പകരം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, ന്യൂക്ലിയോഫൈലിന് പകരം OH മൈനസ് ഒന്നും കൂടെ എഴുതി പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് വിടാം. ശരിയാണ്. ഇനി ഇയാളുടെ എന്തുകൂടെ സ്റ്റഡി ചെയ്താൽ മതി? മെക്കാനിസവും കൂടെ സ്റ്റഡി ചെയ്താൽ നമ്മളുടെ SN1 SN2 എന്ന് പറയുന്ന പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് കഴിയുകയാണ്. പറഞ്ഞോ. When the rate of a nucleophilic substitution reaction will depend on the molar concentration of substrate and nucleophile, the reaction is said to be bimolecular and is labeled as SN2. ശേഷം അയാളുടെ എക്സാമ്പിൾ സഹിതം റേറ്റ് സഹിതം എഴുതി തന്നിട്ടുണ്ട്. ഇനി സ്റ്റഡി ചെയ്യേണ്ടത് എന്താണ്? ഇയാളുടെ മെക്കാനിസം ആണ്. ഇപ്പോൾ മെക്കാനിസം എവിടേക്ക് എഴുതുന്നത്? ഇത് തൽക്കാലം ഒന്ന് മായ്ക്കുന്നുണ്ട്. നിങ്ങളിത് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ എടുക്കുക. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഞാൻ തൽക്കാലം മായ്ക്കുന്നുണ്ട്. ശരി, ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമുക്ക് ഇയാളുടെ എന്ത് സ്റ്റഡി ചെയ്യണം? മെക്കാനിസം സ്റ്റഡി ചെയ്യണം. യെസ്, മെക്കാനിസം എന്ന വാക്ക് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒളിച്ചോട്ടം കയറി വരണം. ആരും ഇതിൽ നിന്നും മോട്ടിവേറ്റഡ് ആയി ഒളിച്ചൊന്നും ഓടരുത് കേട്ടോ. ശരി, മെക്കാനിസം പറയൂ. ഞങ്ങളുടെ അയൽവക്കത്തെ ചേച്ചി പോയി എന്നുള്ള സന്ദേശം മാത്രമേ ഞങ്ങൾക്കറിയൂ. അപ്പുറത്ത് അയൽക്കൂട്ടത്തിന് വന്ന് മറ്റൊരു ചേച്ചി വന്നിട്ട്, അല്ലെങ്കിൽ അയൽക്കൂട്ടം എന്ന് ഞാൻ പറയുന്നില്ല, അത് മോശമാണ്, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ചേച്ചിമാർ വന്നിട്ട് പറയുന്നു, അവർ ഇന്ന കൂടെ പോയി, ഇന്നയാളുടെ കൂടെ പോയി, അവനുമായിട്ട് ഇത്ര നാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുത്തു തരുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിസം. ശരി, ഞാനാണേ പോയി നോക്കിയതാണേ. ഞാൻ പറയുന്നു, മക്കളെ റിയാക്ഷൻ നടക്കുന്നത് ഒറ്റ സ്റ്റെപ്പിലാണ്, സിംഗിൾ സ്റ്റെപ്പാണ്. മെറ്റെടുത്ത് പറ 2 സ്റ്റെപ്പ്, ഇവിടെ സിംഗിൾ സ്റ്റെപ്പ്. അതേപോലെ അവിടെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്ന കൈനറ്റിക്സ് ഫസ്റ്റ് ഓർഡർ ആണ്, ഇവിടെ റിയാക്ഷൻ ഫോളോ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഏത് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണല്ലോ. അവിടെ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. കണ്ടതാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത് കാർബോകാറ്റയോൺ ആണ്. ഇവിടെ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് reaction proceeds through the formation of reaction
പ്രൊസീഡ്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അവിടെ കാർബോകാറ്റയോൺ ആണ്, ഇവിടെ അങ്ങനെ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ഇല്ല, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഫോം ചെയ്യുക. ഞാൻ എല്ലാം കാട്ടിത്തരാമേ. റിയാക്ഷൻ നടക്കുന്നത് സിംഗിൾ സ്റ്റെപ്പ്, അതേപോലെ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ശരിയാണല്ലോ? ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ. SN2 റിയാക്ഷനകത്ത് എല്ലായ്പ്പോഴും ന്യൂക്ലിയോഫൈല് സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ കൂടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിപ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കി തരാനായി ഇപ്പം നമ്മളുടെ ഇതിപ്പം എനിക്ക് ഇപ്പൊ ഇത് നിങ്ങൾ ഇത് ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിൽ നിന്നൊന്നും ഈ കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നവരോ ആയോ മരിച്ചവരോ ആയോ യാതൊരു വിധമായ ബന്ധവുമില്ല. ശരി, ഇത് എനിക്കിഷ്ടമുള്ള എൻ്റെ ഒരു പെൺകുട്ടിയുടെ വീടാണ് അല്ലേ? എനിക്ക് പലർക്കും നിങ്ങൾക്കറിയാം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. യെസ്, അവിടെ ഇരിക്കട്ടെ. ഇതിപ്പം എനിക്കിഷ്ടമുള്ള എൻ്റെ പെൺകുട്ടിയുടെ ഒരു വീടാണ്. അപ്പം ഞാനും അവളും തമ്മിൽ നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവരുടെ വീട്ടുകാർ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് കണ്ടു. അപ്പം അവളോട് പറഞ്ഞു, ഇനി മുതൽ നാളെ മുതൽ നീ പഠിക്കാനും ഒന്നും പോകണ്ട എന്ന് പറഞ്ഞ് അവളെ അവളുടെ വീടിനുള്ളിൽ തടങ്കലിലാക്കി. ശരിയാണല്ലോ? ഇത് എനിക്കിഷ്ടമുള്ള എൻ്റെ പെൺകുട്ടിയാണ്. അവളെ വീടിനുള്ളിൽ എന്താക്കി? തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്. ആണല്ലോ? തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്. ആണല്ലോ? എന്നിട്ട് അവരുടെ അച്ഛൻ പിതാജി പണിക്കൊന്നും പോവാതെ മോക്ക് കാവലായിട്ട് എവിടെ ഇരിക്കുകയാണ്? വീടിന്റെ ഉമ്മറക്കോലായിൽ ഇങ്ങനെ അച്ഛൻ ഇരിക്കുകയാണ്. ശരിയാണല്ലോ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ കുട്ടിയെ എന്നും കാണുമായിരുന്നു, എന്നും സംസാരിക്കുമായിരുന്നു, ഞങ്ങൾ തമ്മിൽ കറങ്ങാനൊക്കെ പോവായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം എന്നും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളെ കണ്ടു, പിടിച്ചു, പൊക്കി, എനിക്ക് 2 തല്ലുമൊക്കെ തന്നിട്ട് നേരെ അവളെ കൊണ്ടുപോയി അവളുടെ വീടിനകത്ത് എവിടെയാക്കി? തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നീ മേലാൽ ഇനി ദീപുവിനെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ശക്തമായ തീരുമാനം അവർ അച്ഛനെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എല്ലാ ദിവസവും കാണുകയും എല്ലാ ദിവസവും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് ഇവരുടെ വീട്ടിലേക്ക് കാണാനായിട്ട് പോകും. ശരിയല്ലേ? ഇത് ഞാനാണേ. രണ്ടും കൽപ്പിച്ച് ഞാൻ അവരുടെ വീട്ടിലേക്ക് ഇവളെ കാണാനായി പോകുകയാണ്. മുടിയൊക്കെ സ്റ്റൈലിൽ തന്നെ ഇരിക്കട്ടെ. ശരി, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവളെ കാണാനായിട്ട് പോകുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് 2 പ്രോബബിലിറ്റിയാണ്. ഒന്നുകിൽ അപ്പം എനിക്ക് ഇവളെ ഒന്ന് കാണണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം എനിക്ക് 2 പ്രോബബിലിറ്റിയാണ്. ഒന്നുകിൽ ഇതിലേക്കൂടെ കയറി വരാം, അല്ലെങ്കിൽ പിന്നാമ്പുറത്തൂടെ വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആദ്യമേ ഞാൻ ഈ ഉമ്മറക്കോലായിലൂടെ കടന്നു വരും. ശരിയാണോ? ഉമ്മറക്കോലായിലൂടെ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ആരിരിപ്പുണ്ട്? ഈ കുട്ടിയുടെ അച്ഛൻ ഇരിപ്പുണ്ട്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? സഡൻലി എന്നോട് പറയുവാ, അകത്ത് മോളിരിപ്പുണ്ട്, നീ കയറി കണ്ടോ എന്ന് പറയുവോ? ഇല്ല. സ്വാഭാവികമായിട്ടും അച്ഛൻ എന്ത് ചെയ്യും? എന്നെ റിപ്പൽ ചെയ്യും, എന്നെ കയറ്റി വിടൂല. ഞാൻ ഫ്രണ്ടിൽ ഉമ്മറക്കോലായിലൂടെ കയറാനായിട്ട് ഇങ്ങനെ മന്ദം നടന്ന് അങ്ങോട്ടേലും അച്ഛൻ എന്ത് ചെയ്യും? എന്നെ റിപ്പൽ ചെയ്യും, എന്നെ കയറ്റി വിടൂല. അതായത് ഫ്രണ്ട് സൈഡിൽ കൂടെ എനിക്ക് ഇവളെ എന്ത് ചെയ്യാൻ പറ്റൂല? അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ ഫ്രണ്ടിലല്ലേ അച്ഛൻ ഇരിക്കുന്നത്, നീ എതിലേക്കൂടെ പോകാൻ? അടുക്കള വാതിലിൽ കൂടെ പോകാൻ പറയും. അപ്പൊ ഇവളി അടുക്കള കഥവ് തുറന്നിട്ടാൽ മതി, എനിക്ക് ഇതിലേക്കൂടെ വന്ന് ഇവളെ കണ്ടിട്ട് പോകാൻ പറ്റും. ഇതാണ് ആരുടെ മെക്കാനിസം? SN2 മെക്കാനിസം. ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് SN2 റിയാക്ഷൻ. ഇതാണ് ആരുടെ മെക്കാനിസം? SN2 റിയാക്ഷന്റെ മെക്കാനിസം. അതായത് ഫ്രണ്ട് സൈഡിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂക്ലിയോഫൈലിന് വരാൻ പറ്റൂല. ഇതാണ് നമ്മളുടെ അറ്റാക്ക് നടക്കുന്ന കാർബൺ, ഇതാണ് വിട്ടുപോകുന്ന ലീവിംഗ് ഗ്രൂപ്പ്, ഇയാളാണ് ആര്? ന്യൂക്ലിയോഫൈൽ. നമ്മുടെ കെമിസ്ട്രി പരമായിട്ട് പറഞ്ഞാൽ ഇവിടെയാണ് അറ്റാക്ക് നടക്കുന്ന കാർബൺ, ഈ അച്ഛനാണ് വിട്ടുപോകുന്ന ലീവിംഗ് ഗ്രൂപ്പ്, ഞാനാണ് ആര്? ന്യൂക്ലിയോഫൈൽ. അപ്പൊ ഞാനെന്ന ന്യൂക്ലിയോഫൈൽ ഈ കാർബണിനെ കാണാൻ ഉമ്മറക്കോലായിലൂടെ വന്നാൽ അച്ഛൻ എന്ത് ചെയ്യും? എന്നെ കയറ്റി വിടും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരച്ഛന്മാരും അങ്ങനെ ചെയ്യൂല, കയറ്റി വിടൂല. അച്ഛൻ എന്ത് ചെയ്യും? എന്നെ റിപ്പിൾ ചെയ്യും, നീ കയറണ്ട, എൻ്റെ കുട്ടിയെ കാണണ്ട, നീ പോവൂ, കടക്ക് പുറത്തു എന്ന് പറയും.
എനിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇതിലേ പോകൂ, അടുക്കള വഴി പോകാൻ പറഞ്ഞു. അപ്പം അച്ഛനില്ല, ഞാൻ അടുക്കള വഴി പോയി കുട്ടിയെ കാണും. ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് SN2 റിയാക്ഷൻ. ഇതാണ് ആരുടെ മെക്കാനിസം? SN2ന്റെ മെക്കാനിസം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് ആ CH3യും CH2 ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായി ഒന്ന് വരച്ച് നിങ്ങളെ ഭംഗിയായി മനസ്സിലാക്കി തരാം. ഒന്ന് ശ്രദ്ധിച്ചു പോകുക. അപ്പൊ പറഞ്ഞോ, ഇനി മറക്കത്തില്ല. SN2നകത്ത് ഇതിലേ കൂടെ വരുന്ന ഉമ്മറക്കോലെ കൂടെ വരാൻ പറ്റൂല, പിന്നാമ്പുറത്തൂടെ വരാൻ പറ്റൂ. യെസ്, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കണം നിങ്ങള്. നോക്കൂ, ഞാൻ ആ റിയാക്ഷൻ ഇവിടെ എഴുതിയിടാം. CH3Cl പ്ലസ് പറഞ്ഞോ NaOH gives CH3OH പ്ലസ് NaCl. ഇതായിരുന്നു ആ റിയാക്ഷൻ. ശരിയാണല്ലോ? ശരിയാണല്ലോ, പ്രയാസമില്ലല്ലോ. ശരി, ഇനി ശ്രദ്ധിക്കണേ നിങ്ങള്. ആ CH3Clനെയാണ് ഇതാ സാർ വരയ്ക്കുന്ന CH3. കണ്ടോ? CH3 ആരുണ്ട്? Cl. ശരിയാണല്ലോ, CH3Cl. ഇതാണ് പ്രിയങ്കരിയായ എൻ്റെ ആ കുട്ടി. കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടി, ഇതാണ് അവരുടെ അച്ഛൻ. അത്രയും മാത്രം ആലോചിച്ചാൽ ഇതാണ് അച്ഛൻ, ഇതാണ് ആ കുട്ടി. ശരിയാണല്ലോ. ഇനിയും സാറെന്ന ഞാനെന്ന ന്യൂക്ലിയോഫൈൽ ഇതാ ഇതിലേക്കൂടെ വരുന്നേ, ബാക്ക് സൈഡിൽ കൂടെ വരുന്നു. അതുകൊണ്ട് ബാക്കി വരച്ച ബാക്ക് സൈഡിൽ കൂടെ വരുന്നു. ആരെ അറ്റാക്ക് ചെയ്യുന്നു? ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ അച്ഛൻ കയറ്റുമില്ല. അച്ഛാ ഞാൻ ഇതിലേ കൂടെ വന്നു, പുറകിൽ കൂടെ വന്നു, ഇതാ അറ്റാക്ക് ചെയ്തു. ശരിയാണല്ലോ. ശരിക്ക് ശ്രദ്ധിക്കണേ നിങ്ങള്, ശരിക്ക് ശ്രദ്ധിക്കണേ നിങ്ങള്. നോക്കൂ, ഇവിടെ എൻ്റെ കുട്ടിയുണ്ട്. എൻ്റെ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കുട്ടിയല്ല, എൻ്റെ കുട്ടി. മനസ്സിലായല്ലോ? ശരി, എൻ്റെ കുട്ടിയുണ്ട്. ഞാനും കുട്ടിയും കൂടെ തമ്മിൽ പാർഷ്യലി ബോണ്ട് അങ്ങ് ഫോം ചെയ്യും. ഇതാണ്ട് ഞാനെന്ന ന്യൂക്ലിയോഫൈലും കുട്ടി എന്ന കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. പോയിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്, ദാ ഹൈഡ്രജൻ ഉണ്ട്. ആണല്ലോ. ഇത്ര നാളും പോറ്റി വളർത്തിയ കുട്ടി കാവലൊക്കെ ഇരിക്കുകയായിരുന്നു അച്ഛൻ. എന്നിട്ട് ഞാൻ കയറി അറ്റാക്ക് ചെയ്തു. അച്ഛന് ധർമ്മസങ്കടമായി. അച്ഛൻ കുട്ടിയെ വിട്ട് പോകാനായി തീരുമാനിച്ചു. ദാ അച്ഛൻ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനും കുട്ടിയും തമ്മിൽ ബോണ്ട് സ്ട്രോങ് ആകുന്നതിനനുസരിച്ച് അച്ഛനും കുട്ടിയും തമ്മിൽ ബോണ്ട് എന്താകും? വീക്ക് ആകും. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് അങ്ങ് പിണങ്ങിപ്പോവും. അതാ സംഭവിക്കുന്നത്. ഈ വരച്ച ഈ സുനാപ്പിയുടെ പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇയാളുടെ പേരെന്താ? ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന്. ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് നിങ്ങൾ നോക്കിയാൽ കാർബൺ എത്ര ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? 5 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദിസ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഇയാൾ ആരാണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. ശരിയാണല്ലോ. അപ്പൊ ഞാനും കൊച്ചുകൂടെ തമ്മിൽ സ്ട്രോങ് ആയിട്ട് അങ്ങ് ബോണ്ട് ഫോം ചെയ്യും. അച്ഛൻ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. പോകൂ അച്ഛ, ഇറങ്ങിപ്പോകൂ. അച്ഛൻ ആരായിട്ട് പോയി? Cl- ആയിട്ട് പോയി. പോയിട്ട് CH3OH ദ പ്രോഡക്റ്റ് ഉണ്ടായി, CH3OH. നോക്കൂ, CH3OH. നോക്കൂ, CH3OH. ആൻഡ് ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് SN2 റിയാക്ഷൻ. ഇതാണ് SN2 റിയാക്ഷന്റെ മെക്കാനിസം. ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാൽ ഈ റിയാക്ഷനകത്ത് ആ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആ സ്റ്റെപ്പിൽ തന്നെ ന്യൂക്ലിയോഫൈലും സബ്സ്ട്രേറ്റും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് the rate of reaction depends upon the molar concentration of substrate and nucleophile എന്ന്. ക്ലിയർ ആണല്ലോ? പ്രയാസമില്ലല്ലോ? That's about the mechanism of SN2 reaction. Once again ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. SN2, when the rate of a nucleophilic substitution reaction will depend on the molar concentration of substrate and nucleophile. എന്തുകൊണ്ടാണ്? ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആ സ്റ്റെപ്പിൽ സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലും വരുന്നുണ്ട്. റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. പ്രൊസീഡ്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. മെക്കാനിസം വേറെ എന്ത് മറന്നാലും ഇയാളുടെ മെക്കാനിസം മറക്കില്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് SN2. ക്ലിയർ ആണല്ലോ മക്കളെ? ഫോക്കസ് ഏരിയയിൽ ഹാലോ ആൽക്കെയിൻസിന്റെ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഹാലോ അറീൻസിന്റെ റിയാക്ഷൻസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏത് റിയാക്ഷൻ ആണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലോ.
എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്ന ആൾ ആരായിരിക്കും? ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ സ്പീഷീസ് ആയിരിക്കും. അറ്റാക്ക് ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ച് സെന്ററിലായിരിക്കും. ന്യൂക്ലിയോഫൈലിനെ പറഞ്ഞതിനെ ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്ന ആൾ ആരായിരിക്കും? ഇലക്ട്രോഫൈൽ ആയിരിക്കും. ആരാ? ഇലക്ട്രോഫൈൽ ആയിരിക്കും. ആരാണ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ സ്പീഷീസ് ആയിരിക്കും. എവിടെ അറ്റാക്ക് ചെയ്യുക? അറ്റാക്സ് അറ്റ്, അല്ല ഇത് പണ്ട് പഠിച്ചതാ. അറ്റാക്സ് അറ്റ് ഇലക്ട്രോണിനാൽ റിച്ച് ആയ സെന്ററിൽ. അറിയാവല്ലോ, പ്രയാസമില്ലല്ലോ. റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്, E+ എന്നാണ്. ശരിയാണല്ലോ. ഇപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒറ്റ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു. ഫോക്കസ് ഏരിയ ആണ്, എക്സാം അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ വേണ്ടി മാത്രമേ പറയാറുള്ളൂ. ഞാൻ ഒരൊറ്റ ഒരു എക്സാമ്പിളിനെ എടുത്തുകൊണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോ ക്ലോറോ ബെൻസീനെ എടുക്കുന്നു. ബെൻസീൻ റിംഗ് ഒക്കെ വരക്കാൻ അറിയാം. അതിനകത്ത് ക്ലോറിൻ. ശരിയാണല്ലോ. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഈ ബോണ്ട് ഫോം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോയിട്ട് ബാക്കിയുള്ളവർ ഇതാ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ശരിയാണല്ലോ. 7 ഇലക്ട്രോൺസ് ആണ്. അതിനകത്ത് ഒരെണ്ണം ബോണ്ടിങ്ങിന് പോയിട്ട് 4 എണ്ണം എക്സിസ്റ്റ് ആസ്. ഇവരെ വിളിക്കുന്ന പേര് ലോൺ പെയർ എന്നാണ്. ശരിയാണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം പൈ ബോണ്ട്, സിംഗിൾ ബോണ്ട് അഥവാ സിഗ്മ ബോണ്ട്, ലോൺ പെയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിന് പ്രോബബിലിറ്റി ഉണ്ട്? സാധ്യതയുണ്ട്. കോൺജുഗേഷന് സാധ്യതയുണ്ട്. സോ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞാനത് റഫായിട്ട് പറയുന്നേ ഉള്ളേ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി 5 ആയിട്ട് മാറും അല്ലെ. ഇയാൾ ഇങ്ങോട്ട് വന്നാൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 1 2 3 4 5 ആകും. പറ്റില്ല, കോമ്പൻസേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വരും. അതേപോലെ അടുത്തത് ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പൊ ഇയാൾ പൊട്ടി ഇലക്ട്രോൺസ് ഇവിടെ വരും. അപ്പോൾ ദാ ഇവിടെ ഇലക്ട്രോൺസ് വരും. വീണ്ടും ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പൊ ഇത് പൊട്ടി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. ദാ ഇവിടെ ഇലക്ട്രോൺസ് ആകും. ശരിയാണല്ലോ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോഫൈൽ വന്നാൽ അയാൾ എവിടെ അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ റിച്ച് ആയ സെന്ററിലാണ്. അപ്പൊ ഇലക്ട്രോണിനാൽ റിച്ച് ആയ സെന്റർ എന്ന് പറയുന്നത് ദാ ഈ 2 സ്ഥലവും ഈ ഒരു സ്ഥലവുമാണ്. ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഓർത്തോ പൊസിഷൻ. ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് പാരാ പൊസിഷൻ. ഈ സ്ഥലത്തെയും എഗെയിൻ വിളിക്കുന്ന പേര് ഓർത്തോ പൊസിഷൻ എന്ന് തന്നെയാണ്. അപ്പൊ ഇയാൾ പോകുക ഒന്നുകിൽ ഓർത്തോയിലേക്ക് അല്ലെങ്കിൽ പാരയിലേക്ക്. സോ നിങ്ങൾക്ക് പറയാം ഈ ഹാലജൻ എന്ന് പറയുന്ന സാധനം എന്ത് ഡയറക്റ്റിംഗ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇത് +1 പഠിച്ചതാണ്. ഞാൻ റഫായി മാത്രമേ പറയുന്നുള്ളൂ. ഒറ്റ ഒരു പോയിന്റിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബെൻസീൻ റിങ്ങിനകത്ത് ക്ലോറിൻ അഥവാ ഹാലജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ഡയറക്റ്റിംഗ് ആണ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കും? ഒന്നുകിൽ ഓർത്തോ പൊസിഷനിൽ നടക്കും, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ നടക്കും? പാരാ പൊസിഷനിൽ നടക്കും. ഞാൻ റെസണൻസ് വരയ്ക്കുന്നില്ലേ, ഓർമ്മിച്ച് വെക്കണേ. ഞാൻ റെസണൻസ് വരയ്ക്കുന്നില്ല, ഓർമ്മിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒരൊറ്റ എക്സാമ്പിളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ബെൻസീൻ റിങ്, ക്ലോറിൻ. പറയൂ, ഇയാൾ എന്ത് ഡയറക്റ്റിംഗ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. സോ ഇലക്ട്രോഫൈൽ വരിക ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാരാ. അത്രയും ഓർമ്മിച്ചാൽ മതിയേ. നോക്കൂ, ആദ്യമേ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3, അതേപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4. ഓക്കെ ആണല്ലോ. HNO3 H2SO4. ഇലക്ട്രോഫൈൽ ആരാണ്? പറയൂ, ഇലക്ട്രോഫൈൽ ആരാ? NO2+ ആണ്. ശരിയാണല്ലോ. ഇലക്ട്രോഫൈൽ എവിടെ പോകൂ? ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാരാ. അപ്പൊ 2 പ്രോഡക്റ്റുകൾ കിട്ടും. ബെൻസീൻ റിങ്, ശരിയാണോ? Cl ഇവിടെ, ഒന്നുകിൽ NO2 ഓർത്തോയിൽ. ശരിയാണല്ലോ. അല്ലെങ്കിൽ പ്ലസ് ഇടുക, വീണ്ടും റിങ് വരയ്ക്കുന്നു. ഇവിടെ Cl, ഇവിടെ NO2. എന്തുകൊണ്ട് സാർ ഇവിടെ മാത്രം വരച്ചേ? ഇയാൾ ആരാ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇതാണ് ഒന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ശരിയാണല്ലോ. രണ്ടാമത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ പറയാം. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ വെക്കുന്ന സാധനം CH3Cl ആണ്. അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3.
ഇലക്ട്രോഫൈലിനെ മാത്രം പഠിച്ചാൽ മതി. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാ? പണ്ടേ പഠിച്ചതാ, പറഞ്ഞോ, CH3+ ആണ്. ശരിയാണോ? ഇയാൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയതുകൊണ്ട് ഒന്നുകിൽ ഇയാൾ ഓർത്തോയിൽ അല്ലെങ്കിൽ പാരയിൽ. പറയൂ, പ്രോഡക്റ്റ് പറയൂ, ഒന്ന് പറഞ്ഞു നോക്കൂ. ബെൻസീൻ റിങ് Cl, ഇവിടെ CH3 ആണോ? പ്ലസ് പറ, ബെൻസീൻ റിങ് Cl, ഇവിടെ CH3. എന്താ ഇവിടെ വരച്ചേ? യെസ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം പറഞ്ഞോളൂ. CH3COCl പറഞ്ഞോ, അൺഹൈഡ്രസ് ആയ AlCl3. ഇലക്ട്രോഫൈൽ ആരാ? പഠിച്ചതാ, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. CH3CO+ ആയിരിക്കും. ശരിയാണോ? ഇനി നിങ്ങൾക്ക് വരക്കാം, ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാര. എങ്ങനെയാ വരക്കുക? ബെൻസീൻ റിങ് Cl, ഒന്നുകിൽ CO CH3 ഇവിടെ, അല്ലെങ്കിൽ പറയൂ ബെൻസീൻ റിങ് Cl CO CH3. ശരിയാണല്ലോ. ഇനി ഒരെണ്ണവും കൂടെ വേണമെങ്കിൽ പറയാം. ആരാ? പറഞ്ഞോ, സൾഫോണേഷൻ. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഫ്യൂമിംഗ് ആയ സൾഫ്യൂരിക് ആസിഡുമായി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യും? SO3H ഇൻട്രൊഡ്യൂസ് ചെയ്യും. റിയാക്ഷനെ വിളിക്കുന്ന പേര് സൾഫോണേഷൻ എന്നാണ്. പ്രൊഡക്റ്റ് വരക്കാൻ അറിയണം. ബെൻസീൻ റിങ് Cl, ഒന്നുകിൽ ഇവിടെ SO3H അല്ലെങ്കിൽ ഇവിടെ SO3H. വരച്ചോളൂ അല്ല. അടുത്തത് നിങ്ങൾ സ്വന്തമായി വരയ്ക്കുമല്ലോ, പ്രയാസമില്ലല്ലോ. ഇവിടെ ഓർത്തോയിൽ ഞാൻ വരച്ചിട്ടുണ്ട്, പാരയിൽ ഏത് നിങ്ങൾ വരയ്ക്കുക. ഇത്രയുമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേണമെങ്കിൽ ഹാലജനേഷനും കൂടി പറയാം. ഹാലജനേഷൻ പറയുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് Cl+ ആയിരിക്കും. അയാളെ ഓർത്തോയിൽ വരച്ചു വെക്കുക അല്ലെങ്കിൽ പാരയിൽ വരച്ചു വെക്കുക. ആ റിയാക്ഷൻ ഓർമ്മിച്ചു പോവുക. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്നയാൾ ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനാൽ ഡെഫിഷ്യന്റ് ആയ സ്പീഷീസ് ആണ്. എവിടെ അറ്റാക്ക് ചെയ്യൂ? ഇലക്ട്രോൺ റിച്ച് സെന്ററിനകത്ത്. ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് E+ ആണ്. ഒറ്റ പോയിന്റ് ഓർത്താൽ മാത്രം അറിയാം. Cl ലോൺ പെയർ ഉണ്ട്. റിംഗിലേക്ക് ആരെ കൊടുക്കും? ഇലക്ട്രോണിനെ. കോൺജുഗേഷനിൽ ഏർപ്പെടും. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണുക ഓർത്തോയിലും പാരയിലുമാണ്. സോ നിങ്ങൾക്ക് കണ്ണു അടച്ച് പറയാം, ഹാലജൻ ആറ്റം എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. സോ ഇലക്ട്രോഫൈൽ കയറുക ഓർത്തോയിലോ പാരയിലോ ആയിരിക്കും. ശരി, നൈട്രേഷനകത്ത് ഇലക്ട്രോഫൈൽ NO2+, ഓർത്തോയിലോ പാരയിലോ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, ഇലക്ട്രോഫൈൽ CH3+, ഓർത്തോ ഓർ പാര. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ, CH3CO+, ഓർത്തോ അല്ലെങ്കിൽ പാര. സൾഫോണേഷൻ SO3H, ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് SO3H, ഓർത്തോ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ, പാര നിങ്ങൾ വരയ്ക്കുക. ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.